യേശുവിലേറ്റവും പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നല്ലൊരു ദിവസം ആശംസിക്കുക. ഇന്ന് നാം ധ്യാനിക്കുന്ന വചനഭാഗം നമ്മുടെ ജീവിതത്തിന് ദുഃഖമായി ബന്ധപ്പെട്ട് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവം എങ്ങനെ നയിക്കുമെന്ന്, ഈ ദുഃഖവും വേദനയും പ്രയാസവും ഹൃദയത്തിൻ്റെ അസ്വസ്ഥയൊക്കെ വരുമ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതെന്ന് കർത്താവ് പറയുക. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഒന്നോടെ വായിക്കാം, ശ്രദ്ധിച്ചോളൂ കേട്ടോ. യോഹന്നാൻ 14:1, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രിയമുള്ളവരെ, അസ്വസ്ഥ നിറഞ്ഞ ഒരു ലോകം, നമ്മുടെ ജീവിതം പലതരത്തിൽ നമ്മൾ വിരിഞ്ഞു മുറുക്കപ്പെടുന്നു. കുടുംബാംഗങ്ങൾ തമ്മിൽ, നമ്മുടെ ജീവിക്കുന്ന സാഹചര്യങ്ങൾ, പ്രവർത്തിക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മളുമായി കണ്ടുമുട്ടുന്ന മക്കൾ, ഒന്നുണ്ട്, എല്ലാവർക്കും അസ്വസ്ഥതയാണ്. എല്ലാവരുടെ ഹൃദയം അസ്വസ്ഥതയാണ്. ആരും സന്തോഷിക്കുന്നില്ല. എല്ലാം ഇങ്ങനെ പ്രത്യേക തരത്തിൽ ജീവിച്ചു പോവുക. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ദൈവം പറയുക, ദൈവത്തിൽ വിശ്വസിക്കുക, പിതാവിലും വിശ്വസിക്കുക, സന്തോഷം തരും. ഓർക്കുക പ്രിയമുള്ളവരെ, അനിശ്ചിതത്വത്തിൻ്റെ സമയത്ത് വിശ്വാസത്തിൽ ആന്തരിക സമാധാനം ഉറപ്പാകുന്ന ഒരു ആഹ്വാനമാണ്. പ്രൈസ് ദി ലോർഡ്. ഓർക്കുക, അസ്വസ്ഥയുടെ, ഭാരപ്പെടുന്ന അവസ്ഥയുടെ സമയത്ത് പ്രിയമുള്ളവരെ, വിശ്വാസത്തിൽ ആന്തരിക സമാധാനം, അതാണ് തമ്പുരാൻ പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്, ആന്തരിക സമാധാനം. ഏത് പ്രതികൂല സാഹചര്യത്തിലും എനിക്ക് ആന്തരികമായി സന്തോഷിക്കാൻ സാധിക്കും. ആ സന്തോഷിക്കാനുള്ള ഒരു ഉറപ്പ്, അതാണ് ഈശോ തരുന്നത്. പിതാവായ ദൈവത്തിലും തന്നിലുമുള്ള വിശ്വാസം അർപ്പിച്ചുകൊണ്ട്, ദൈവത്വത്തെ ഉറപ്പിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, യഥാർത്ഥ സന്തോഷം കണ്ടെത്തുവാൻ കർത്താവ് തരുന്ന വാഗ്ദത്തം. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി തരം അസ്വസ്ഥ വരുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ദൈവത്തിൽ ആശ്രയിക്കണം. നമുക്കറിയാവുന്ന പിതാവിലും ആശ്രയിക്കണം. നമ്മൾ പറയാറില്ലേ, ചിന്തിച്ചാലൊരു അന്ത്യമില്ല, ചിന്തിക്കാതെ നമുക്ക് ഒന്നുമില്ല. കറക്റ്റാ. നമ്മൾ ചിന്തിച്ച് അസ്വസ്ഥപ്പെടണ്ട. തമ്പുരാന്റെ വാഗ്ദാനം ഇതാണ്. എന്നാ ചെയ്യണം? ദൈവത്തിലും പിതാവിലും ആശ്രയിക്കട്ടെ. കർത്താവ് യഥാർത്ഥ സ്വാതന്ത്ര്യം, യഥാർത്ഥ സന്തോഷം തരും. അതാണ് ആത്മീയമായ, ആന്തരികമായ ഒരു സന്തോഷം. എങ്കിൽ പ്രിയമുള്ളവർ, ഈ വാഗ്ദത്ത പേടകവിധ നിങ്ങളുടെ പക്കലേക്ക് അച്ഛൻ കൊണ്ടുവരുന്നു. നീ ഭാവനയെ സമർപ്പിക്കേ, നിയോഗം സമർപ്പിക്കേ. നിന്റെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ ഒന്ന് സമർപ്പിച്ചേ. അച്ഛൻ നിങ്ങൾ സമർപ്പിക്കുന്നത് അൾത്താരയിലേക്കാണ് സമർപ്പിക്കുന്നത്. അനേകം ബലികൾ അർപ്പിക്കപ്പെട്ട അൾത്താരയിലേക്കാണ്. തീർച്ചയായിട്ടും നീ സമർപ്പിക്കുന്ന ഓരോ നിയോഗം ദൈവം ഏറ്റെടുക്കും, നിന്നെ അനുഗ്രഹിക്കും. എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന സർവ്വമക്കളിലേക്കും അസ്വസ്ഥ നിറഞ്ഞ ഹൃദയത്തിലേക്ക് സമാധാനവും ആന്തരിക സമാധാനം നൽകി അനുഗ്രഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സർവ്വമക്കൾക്കും സമാധാനം ലഭിക്കുന്ന പോലെ തന്നെ മറ്റു മക്കൾക്കും സമാധാനം ലഭിക്കാൻ തക്ക തരത്തിൽ ഒരു ഉപകരണമായി ഇവരെ മാറ്റുവാൻ വേണ്ടി ഇവരിലൂടെ അനേക മക്കളിലേക്ക് ഈ വചന വ്യാഖ്യാനം എത്തിക്കണമേ. ഈശോയുടെ വലിയ കൃപ ഈ മക്കൾക്ക് ചൊരിയണമേ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.